നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വയസ്സായവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മടിയാണല്ലോ. ഒരു മടിയില്ല. ഇതുപോലെ അമിത ഉത്സാഹം ശരിയല്ലെന്നേ ഉള്ളൂ. കുതിരയ്ക്ക് മുന്നേ വണ്ടി കെട്ടരുതെന്ന് ഇന്നലെ ഒരു പുസ്തകത്തിൽ വായിച്ചേ ഉള്ളൂ. ഓ, നീ നിന്റെ ഒരു കുതിരയും. ഈ ഹരിയാരാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കി കൊടുക്കാം. എല്ലാവർക്കും തട്ടിക്കളിക്കാനുള്ള പന്താണെന്നാ വിചാരം. എന്താ ഹരി, നീ വല്ലാതെ ടെൻഷനിലാണല്ലോ. നിങ്ങളുടെ അനിയൻ മാത്രമല്ല, അയാളുടെ മകളും തുടങ്ങി ഇപ്പൊ പിന്നീത് കുത്താൻ. നമ്മുടെ മനീഷയെ കുറിച്ചാണോ നീ പറയുന്നത്? നമ്മുടെ മനീഷയോ? നമ്മുടെ മനീഷ അല്ല, എതിർ വീട്ടിലെ ആജന്മ ശത്രുവിന്റെ മകള്. നമ്മുടെ മനീഷയാണത്ര. നമ്മുടെ മനീഷ പാല് കൊടുത്ത് വളർത്തിക്കോ. വിഷപ്പല്ലുകൊണ്ടുള്ള നല്ല കടി കിട്ടുമ്പോ അറിയും. ഇപ്പൊ എന്താ ഉണ്ടായത് മോനെ? ഞാൻ പറഞ്ഞതാ നിങ്ങളോട്, ആ അശ്രീകരങ്ങളെ വിളിക്കണ്ടെന്ന്. അപ്പോതെ അച്ഛന്റെ വക ഒരു ചോദ്യം ഉണ്ടായി. പെൺവീട്ടുകാര് ചോദിക്കുമ്പോ ഞങ്ങളൊക്കെ മരിച്ചു പോയെന്ന് നീ പറയുമെന്ന്. പറയാനുള്ള എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. ഇവിടെ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ ഞാനിതൊക്കെ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ച് തരണമല്ലേ? തരാം, വിശദീകരിച്ച് തരണമല്ലോ. എല്ലാ മണ്ടത്തരങ്ങളും നിങ്ങൾ ചെയ്തു വെച്ചിട്ട് അതിനുള്ള വിശദീകരണം ഞാൻ തരണമല്ലോ. പറയാം, കേട്ടോളണം. ചെവി കൂർപ്പിച്ച് കേട്ടോളണം എല്ലാവരും. ആ മീര എല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒക്കെ മാറ്റി പറയാൻ കാരണം മനീഷ. അവൾ അകത്ത് ചെന്ന് ഓതിക്കൊടുത്തു എന്നെ കുറിച്ചുള്ള ബ്രഹ്മാണ്ട നുണകള്. എനിക്ക് ചെറിയ ഒരു സെക്കൻഡ് ഹാൻഡ് ഭാര്യയാണെന്ന് വരെ പറഞ്ഞു. എന്തിനാ പെണ്ണിനെ ഇങ്ങനെ വെറുതെ ആക്ഷേപിക്കുന്നു പറയാൻ ഇപ്പൊ എല്ലാവരും മത്സരിക്കും. എന്നാ കേട്ടോ, അവള് തന്നെ കുറച്ചു മുമ്പ് എന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞത്. കുറ്റസമ്മതത്തിന്റെ വിനയത്തോടെ അല്ല, പക വീട്ടിയതിന്റെ സംതൃപ്തിയോടെ. ഇത് ഞാൻ അന്നേ ചേട്ടനോട് ചോദിച്ചതാ. അപ്പൊ ചേട്ടൻ എന്റെ നിനക്ക് ചാടിയിട്ട് ചോദിച്ചു, നിനക്ക് എന്താ ദിവ്യദൃഷ്ടി ഉണ്ടോന്ന്. ഒരു പക്ഷേ അവൾക്കൊരു മണ്ടത്തരം പറ്റിയതാവാം, അല്ലാതെ നീ കരുതുന്ന പോലെ ആയിരിക്കില്ല. അച്ഛൻ ഇനി അതിനെക്കുറിച്ച് ന്യായീകരിക്കണ്ട. അവളും അവളുടെ അച്ഛനും പിന്നെ നിങ്ങളുടെ പ്രിയ സഹോദരി ആ മൂശട്ടയും കൂടി അന്ന് ആ ഹാളിലിരുന്ന് എന്തോ പിറുപിറുക്കുന്ന ഞാൻ ശ്രദ്ധിച്ചതാ. അന്നേരം തന്നെ ചവിട്ടി ഇറക്കി വിടേണ്ടതായിരുന്നു അവറ്റകളെ. അത് ചെയ്യാതിരുന്നതാ എന്റെ മണ്ടത്തരം. എന്റെ വിവാഹം മുടക്കുന്ന ആൾ വ്രതം എടുത്തേക്കുന്നു. വിവാഹം സ്വർഗത്തിൽ വെച്ചാ നടക്കുന്നതെന്നും അത് ദൈവമാ നിശ്ചയിക്കുന്നതെന്നും നീ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാ മോനെ, അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് മുടക്കാൻ ഒരു ദുർശക്തിക്കും കഴിയില്ല. അതുകൊണ്ട് നീ ഭയപ്പെടണ്ട. നിന്റെ അച്ഛനല്ലേ ഈ പറയുന്നത്. നിനക്ക് വേണ്ടി ഒരു പെണ്ണ് ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. അതിനെ ഇല്ലാതാക്കാനുള്ള ശക്തി മറ്റാർക്കും ഉണ്ടാവില്ല. മോളെ അനു, പുറത്താരാ വന്നെന്ന് നോക്ക്. ദേ ആതിര ചേച്ചി വെള്ളം കൊണ്ടുവന്നേന്ന് തോന്നുന്നു. ഹരികൃഷ്ണ ആകെ ദേഷ്യത്തിൽ നിൽക്കുക. ആതിര ഇപ്പൊ ഇങ്ങോട്ട് അകത്തേക്ക് വരണ്ട. നീ കാലിക്കാൻ തിരിച്ചു കൊടുത്ത് വെള്ളം കൊണ്ടുവാ. ശരി അച്ഛമ്മേ. ആതിരെ, എന്താ മാഡം? നീ മുമ്പത്തെ പോലെ ഇങ്ങോട്ട് വരാത്തതില് എനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ആതിര. അതൊന്നും സാരമില്ല മാഡം. ഇതിനൊക്കെ കാരണം എന്റെ മകളായി പോയല്ലോ എന്നാ എന്റെ സങ്കടം. എല്ലാം എന്തെങ്കിലും ഒരിക്കൽ മാറി മറിഞ്ഞ് ശരിയാവും മാഡം. ഈശ്വരന്മാര് നമ്മളെ ഉപേക്ഷിക്കൂ? അയ്യോ, ഇതാ കുട്ടിയല്ലേ, വാട്ടർ ക്യാൻകാരി. അവളെ എനിക്കൊന്ന് കാണണല്ലോ. ആതിര ചേച്ചി, ശോഭ ചെറിയമ്മ ചേച്ചി പിടിച്ചു വെച്ചോ അവിടെ. വാ.
ഇതാ ചേച്ചി വാട്ടർ ക്യാന്റെ പൈസ. നീ ഇപ്പൊ ഇതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഞാൻ ക്യാനകത്തേക്ക് കൊണ്ടുവന്ന് കാശ് വാങ്ങുമായിരുന്നില്ലേ? അതൊന്നും സാരമില്ല ചേച്ചി. വെള്ളത്തിന്റെ ക്യാൻ ഞാൻ കൊണ്ടുപോയിക്കോളാം. കാലിക്കാൻ അവിടെ വെച്ചേക്കാം. വെള്ളത്തിന്റെ ക്യാൻ നിനക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? 2-3 തവണ ഞാനാ കൊണ്ടുപോയി അടുക്കളയിൽ വെച്ചത്. ചേച്ചിയാ എന്റെ ഗുരു. പഠിക്കണമല്ലോ ഞാനതൊക്കെ. ചേച്ചിക്ക് ചെയ്യാമെങ്കിൽ എനിക്കും ആവാം. ശരി ചേച്ചി, പോട്ടെ. ശരി. നല്ലൊരു കുട്ടി അനുശ്രീ അല്ലേ മാഡം? ആ വീട്ടിലുള്ള എല്ലാവരും നല്ലവരാ ആതിരെ. ഒരേ ഒരാളൊഴികെ അല്ലേ മാഡം? ആ, ഹലോ 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 എന്താ ഒന്നും കേൾക്കുന്നില്ല. എടാ ഒന്നും ക്ലിയർ ആവുന്നില്ല. ഞാൻ പുറത്തേക്ക് വരെ. മിസ്സായി. ഒന്ന് കാണാൻ നേരത്തെ പുറത്തേക്ക് ഓടി വന്നതാ. ജസ്റ്റ് മിസ്സായി. നീ വന്നേ. ഈ ഫയലിലൊന്നും തൊട്ടെ. എന്താ ഡാഡി? പറേ മോളിരിക്കെ. ഓഷ്യൻ കോംപ്ലക്സിലെ പുതിയ ബിൽഡിങ്ങിനുള്ള ടെൻഡറാ. സാധാരണയിൽ നിന്ന് 10% കൂട്ടിയിട്ടോളാൻ എഞ്ചിനീയർ ഹരിദാസ് സാർ എന്നോട് പറഞ്ഞതാ. പക്ഷേ ഞാൻ 8% കൂട്ടിയിട്ടിട്ടുള്ളൂ. ഈ ടെൻഡർ നമുക്ക് തന്നെ കിട്ടണം. നമുക്ക് കിട്ടിയിരിക്കും ഡാഡി. ടെൻഡർ കിട്ടിക്കഴിഞ്ഞു മക്കളെ. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ദേവതയിലെ മനീഷ.